എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 94-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഭഗവത് പൂജാവിധാനങ്ങൾ. ധന്യനാം ഭൂപതേ പന്തള മന്നവ, വന്ദ്യനാം നാഥൻ്റെ പൂജാപ്രകാരങ്ങൾ നന്മ വന്നിടുവാനേറ്റം ചുരുക്കമായി സന്മതേ ചൊല്ലിടാം കേട്ടുകൊള്ളേണമേ. വാനവർക്കൻപോട് നാഗം ലഭിച്ചതും ഹേഹയ ഭൂപന് മോദം ലഭിച്ചതും ആരുടെ പൂജയാലാണെന്ന് ചൊല്ലുവാൻ ആയതാക്ഷൻ പദം കുമ്പിടുന്നേനഹം. മാഹിഷ്മതീപതി നീതിയോടൂഴിയെ 18,000 വർഷം ഭരിച്ചുടൻ തന്നെ ദേശികനായുള്ള ദത്തനെ ചെന്നു വണങ്ങിയാരാഞ്ഞു മോദാന്വിതം. മദ്ഗുരു ചിത്രമായി ചൊൽക ഭവാനുടൻ മത്സിത്തശുദ്ധിക്ക് ഹേതുവായി ഞാൻ മുതാ. ഏതൊരു ദേവനെ പൂജിക്ക വേണ്ടതും പ്രീതനായിടുവാൻ പൂജാക്രമങ്ങളും നീതിവാനാകും ഭവാനതിമോദേന പ്രീതി കൈക്കൊണ്ടങ്ങരുൾ ചെയ്യുകയും വേണമേ. ദത്തനം കേട്ടതിനുത്തരം ചൊല്ലിനാൻ, ചിത്തശുദ്ധിക്കായി കൊതിക്കുന്ന ഭൂമിപ, ഇന്നിതിൽ മീതെ ഇല്ലൊരു കൃതാർത്ഥത വന്നിടുവാൻ മനുജർക്കു മഹീപതേ. ആകയാൽ നീയും മഹാഭാഗ്യശാലിയായി ആയവ കേൾക്കടോ കാർത്യവീര വിഭോ. ഒന്നായ ബ്രഹ്മത്തിൽ നിന്നുടൻ മായാൽ ഭിന്നമാം ദേവതാരൂപങ്ങൾ വന്നുടൻ തന്നെ വാസനയ്ക്കൊത്ത ഫലങ്ങളെ നന്നായുടനേകി അനുഗ്രഹം ചെയ്യുന്നു. ഇങ്ങനെ ഭൂതമാം ദേവതാവ്യൂഹത്തിൽ ഒന്നു ഗുണമെന്നോ ദോഷമെന്നോ ഭുവി നിർണയിച്ചിടുവാനാകാ ഒരുവർക്കും. നിർണയം വേറെ പൂജകൾക്കായഹോ വന്നിടുമപ്രാപ്തിയെന്നും ഇന്നോതുന്നേൻ. ഓരോ വിധങ്ങൾ ദേവസങ്കല്പങ്ങൾ ഓരോ തരം നിനച്ചുള്ളവയൊക്കവേ ഒന്നായ താരക ബ്രഹ്മത്തിൽ നിന്നുടൻ വന്നിടുമെന്നു ധരിച്ചിടുമന്നവ. ഭിന്നമാം ദേവതാദേവീ സ്വരൂപങ്ങൾ വന്നു ചേർന്നിടുന്നു താരകത്തിൽ നിന്നും. താരകമായതോ സച്ചിത് പരബ്രഹ്മം ഏകമാം വേദാന്തക്കാതൽ മഹീപതേ. മായയായി വേറെയായി ഏറെയാം രൂപങ്ങൾ മായാമയൻ നിജലീലാവിലാസങ്ങൾ അണ്ടകടാഹങ്ങൾ ഉൾക്കൊണ്ടു ബ്രഹ്മാണ്ഡദണ്ഡ നീതി തുടർന്നിടുന്ന ബ്രഹ്മത്തെ ചൊല്ലുന്നു താരക ബ്രഹ്മമെന്നും ബുധർ ചൊല്ലിയിടുമന്യഥാ ധർമ്മശാസ്താവെന്നും. താരകമാവിർഭവിച്ചത് തായെന്ന ധാതുവിൽ നിന്നെന്ന് മോതും മഹത്തുക്കൾ സർവദാ സത്തിലേക്കേറ്റുന്ന ഭാവത്തെ നന്നായി തരിപ്പിക്കുമെന്നതാം ഭാവത്തെ കൈപിടിച്ചൻപോട് രക്ഷിച്ചു കൊള്ളുന്ന ദൈവീകമാവും തരണത്തിൻ മൂല്യവും. തന്നെ ഭക്തർക്ക് ദാസനായി വാഴുന്ന ധർമ്മശാസ്താവ് ദുഃഖാർണവം കേറ്റുവാൻ കൈപിടിച്ചൻപിനാൽ സംസാര സാഗരം മെല്ലെ കരേറ്റി വിട്ടിടും കരണത്തിൽ. പ്രത്യയം ചേർന്ന് താരകസജ്ഞയും ജാതമായി ലോകർതൻ ഭാഗ്യാതിരേകത്താൽ ഇങ്ങനെ ജാതമാം താരക ബ്രഹ്മത്തെ ഹേഹയാ സേവിക്കിൽ ഒരു ബോധമായി താരകം ഘോര ഭവാർണവം പാരാതെ കയറുവാൻ ധീരമായി വന്നിടുമെന്നു ഞാൻ ഓതുന്നേൻ. ശക്തനാം നീയും ഭൃഗുസുതൻ കൈകളാൽ യുദ്ധേ മരിക്കുമെന്നല്ലയോ ചൊന്നതും ഇന്നിനിക്കാലം അടുത്തു കൃതവീര്യ നന്നായി ഭജിച്ചിടു താരക ബ്രഹ്മത്തെ. തന്നെ ദേശികൻ ചൊല്ലുകൾ കേട്ടുടൻ മന്നവൻ ഹേഹയൻ ശാസ്ത്രപാദങ്ങളെ മുന്നം മനക്കാമ്പൽ ചേർത്തു മരുവിനാൻ ഭിന്നമായി വന്നിതു മൃത്യുഭയങ്ങളും. താരക ബ്രഹ്മത്തെ ഉള്ള നിറച്ചൊരു മാഹിഷ്പതീപതി തന്നോട് ദത്തനം പാരാതെ ശങ്കരൻ ശിഷ്യഗണങ്ങൾക്ക് താരക ബ്രഹ്മോപദേശങ്ങൾ ചെയ്തവ ഏറെയായി ചൊൽകയും താരക സേവയ്ക്ക് പാരമാവശ്യമാം പൂജാക്രമങ്ങളും പാരാതെ ആനന്ദചിത്തനായി ദത്തനും സാദരം ഹേഹയ ഭൂപനോടോതിനാൻ. മന്നവ പൂജാക്രമങ്ങൾ ഇന്നോതുകിൽ വന്നിടും മമേതി രണ്ടായി ഭിന്നമാർഗങ്ങളിൽ ദേവതാ പൂജയ്ക്ക് സന്മതേ പൂജാക്രമങ്ങളും ഭൂമിയിൽ. വേദങ്ങൾ ഓതുന്ന നിർമ്മേതിത്വവും ഭൂപതേ മാനസ സേവയെന്നും ചൊല്ലാം. സംസാര വൈരാഗ്യമാർന്നൊരു സത്പുമാൻ ബ്രഹ്മത്തെ ചിത്തത്തിൽ കണ്ടുകൊണ്ടെപ്പോഴും താനും വരനും ഒന്നെന്നുള്ള ചിന്തയാൽ ആനന്ദമാളുന്ന മേധത്വം കൊണ്ട് മാത്സര്യമൊക്കെ വെടിഞ്ഞു ഭഗവാന്റെ തൃപ്പാദദാസ്യമാർന്നുടൻ ദേവനെ രൂപിയായി ബാഹ്യമായി ചെയ്യുന്ന പൂജകൾ മമേദിത്വമെന്നും പറയുന്നു മനവ. കാംക്ഷാരഹിതനായി നിശ്ചിന്തനായി മുതാ ഈശ്വരദാസനുമായും വിചാരിച്ച് ചെയ്യുകിൽ വന്നു ചേരും മമേദിത്വങ്ങൾ. കൈതവാഹീനമായി നിർമ്മതിത്വത്തിൽ ഭൗതിക ലാഭാദി സൗഖ്യം മതേദിത്വേന കൈവരുമെങ്കിൽ അലൗകികാനന്ദങ്ങൾ നിർമ്മേദിത്വം വഴിയായി ശാസ്താവ് സമ്മോദപൂർവം കനിഞ്ഞു വന്നിടുന്നു.
ഏതു വർണ്ണത്തിൽ പിറന്നവരെങ്കിലും ചാലവേ ശാസ്താവിൻ പൂജകൾ ചെയ്തിടാം. എങ്കിലും ഓരോരോ വർണ്ണവും പൂജകൾ ശങ്കയന്യേ ചെയ്തു പോരേണ്ട രീതികൾ പങ്കവിഹീനരാൻ ധർമ്മജ്ഞൻ ചൊല്ലുന്നത് അൻപോട് ചൊല്ലിടാം. ഹേഹയ ഭൂപതേ ആരണർക്കായിടാം വൈദിക മന്ത്രേണ വിപ്രാജ്ഞയാക്ഷിതി പലർക്കുമായിടാം. തന്ത്രങ്ങൾ ചേർന്നുള്ള മന്ത്രങ്ങളെ കൊണ്ട് ശാന്തരാം വൈശ്വര്യം പൂജകൾ ചെയ്യണം. മന്ത്രങ്ങൾ എന്നെ തന്ത്രങ്ങൾ കൊണ്ടഹോ മറ്റു വർണ്ണങ്ങളും പൂജകൾ ചെയ്യണം. കെൽപ്പുള്ള രീതിയിൽ സത്യമാർഗേണയിൽ സച്ചിദാനന്ദ പൊരുളിനായി ചെയ്യുന്ന യാതൊരു പൂജാക്രമങ്ങളും അയ്യപ്പൻ ജാതമോദേന കൈക്കൊണ്ടു കനിഞ്ഞിടും. 4 വർണ്ണങ്ങളും ഏകമാം തന്ത്രേണ ഭിന്നമാ മന്ത്രങ്ങളാൽ ഉടൻ ചെയ്യുന്ന ഭൂദേശ പൂജകളും നാഥൻ ഏറ്റവും പ്രീതനായി ഉള്ളത്തിൽ ഏറിക്കനിയുന്നു. വേദാധികാരിയായിടണമെങ്കിലോ ഉപനയനാദി കഴിക്കണം ഭൂസുരൻ. യാതൊരു മർത്യൻ ഉപനയനാദികൾ പ്രീതനാം ആചാര്യരിൽ നിന്ന് വാങ്ങുന്നു. അവനുടൻ വേദാധികാരങ്ങൾ പുണ്ടരീകാക്ഷാനുഗ്രഹം കാരണം ഭക്തിയൊന്നുണ്ടെങ്കിൽ താന്ത്രിക പൂജയാൽ ഭക്തപ്രിയൻ പ്രസാദിച്ചിടും സന്തതം. ഭക്തിവിഹീനർ തൻ മന്ത്രതന്ത്രങ്ങളാൽ ഭക്തപ്രിയനഹോ കോപമുണ്ടായി വരും. ഭക്തിയാണുത്തമ പൂജകൾ എന്നഹോ ഭക്തപരായണൻ ചൊല്ലുന്നതോർക്കുമ്പോൾ ഭക്തിക്ക് അസാധ്യമാം പൂജകൾ ഒന്നുമേ തെറ്റില്ല എന്നത് നിർണയം മന്നവാ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.